Hello friends, welcome back to Yumi and Kerala. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടൈപ്പിലുള്ള മുളക് ബജിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ ബജ്ജി മുളക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി വെള്ളം വാർന്ന് നമുക്ക് എടുക്കാം. മുളക് നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി എടുക്കുമ്പോൾ ഇതിന്റെ തണ്ടൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം. നമ്മൾ ഇതിന്റെ തണ്ട് കളയുന്നില്ല. നമുക്ക് ഇനി ഇത് നടുവേ ഒന്ന് മുറിച്ചെടുക്കാം. തണ്ടോട് കൂടി നമുക്ക് മുറിച്ചെടുക്കാം. കടയിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതിന്റെ തണ്ടോട് കൂടിയാണ് കിട്ടുന്നത്. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. കടയിലൊക്കെ ചിലപ്പോൾ ഇത് 3 ഒക്കെ ആയിട്ട് മുറിക്കാറുണ്ട്. നമുക്കിപ്പോൾ ഇത് 2 ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. മുളക് ഞാൻ 2 ആയിട്ട് കീറി എടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി എരിവുള്ള മുളകാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് പിള്ളേരൊക്കെ കൊടുക്കാനുള്ളതായ കാരണം നമുക്ക് ഇതിൻ്റെ ഒത്തിരി എരിവുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അരിയും കൂടെ കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത്തിരി എരിവ് കുറഞ്ഞ് കിട്ടും. അല്ല നിങ്ങൾക്ക് എരിവോട് കൂടിയാണെങ്കിൽ വേണ്ടതെങ്കിൽ അരി കളയേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ഈ അരി കളയുവാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എരിവ് കുറഞ്ഞ് കിട്ടും. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാകുമ്പോൾ നമുക്ക് ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല. നമുക്കിതിൻ്റെ അരി കളഞ്ഞെടുക്കാം. ചില മുളകിന് നല്ല എരിവാണ്. മുളകിനകത്തുള്ള അരിയെല്ലാം ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. ഒരു ബൗളിലോട്ട് നമുക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ബജ്ജിക്ക് നല്ല കളറ് കിട്ടും കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ. കടയിലൊക്കെ കിട്ടുമ്പോൾ കളറും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല. കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ തന്നെ നല്ല കളറായിക്കോളും. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരൽപ്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരൽപ്പം ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരൽപ്പം ജിഞ്ചർ പൗഡറും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് 1 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇച്ചിരി തിക്കായിട്ട് വേണം ബാറ്റർ റെഡിയാക്കാൻ. ഒത്തിരി ലൂസായി പോലെ. അതനുസരിച്ച് നമ്മൾ പതുക്കെ കുറച്ച് വെള്ളം ചേർത്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ വേണം ബാറ്റർ റെഡിയാക്കാൻ. ഇനി നമുക്ക് മുളക് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിനകത്തോട്ട് കീറി വെച്ചിരിക്കുന്ന മുളക് മുക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. അകത്തൊക്കെ നമുക്കിങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. രണ്ട് സൈഡും മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. മുളക് ബജ്ജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊരു സോസിനകത്ത് മുക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കടയിൽ കിട്ടുന്ന കണക്ക് തന്നെയുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം മറക്കല്ല, എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.